എല്ലാ കൂട്ടുകാർക്കും സുനീസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു ക്യാരറ്റ് ജാമുൻ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി 3 ക്യാരറ്റ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കുക. ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഊറ്റിക്കളഞ്ഞ് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 3 ഏലക്ക, 1/2 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇതിലെ വെള്ളമയം പറ്റുമ്പോൾ അതിലേക്ക് ഒരൽപ്പം പാൽ ഒഴിക്കുക. ഇത് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയം ഒരൽപ്പം പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നതായി കാണാം. ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ടുവരും. നമുക്ക് ഉരുളകളാക്കാൻ പറ്റിയ പാകമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുപ്പിലൊരു പാൻ വെച്ച് 1/2 ലിറ്റർ പാല്, 1/4 കപ്പ് പഞ്ചസാരയും 2 ടീസ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിശ്രിതം ചെറിയ ഉരുളകളാക്കി മാറ്റുക. ഒരു പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉരുളകളാക്കി ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരൽപ്പം ഏലക്കപ്പൊടിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ചേർത്ത് കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.